പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം തുടങ്ങുന്നത്. നാളെ 11-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണുവും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. രാവിലെ 11 മണിക്ക് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. അതിന് മുന്നോടിയായി ഇന്നിപ്പോൾ ഈ സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കം ആവുകയാണ്. രാവിലെ 11-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗം നടത്തും. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഔപചാരികമായി ചടങ്ങുകളോടുകൂടിയാകും രാഷ്ട്രപതി പാർലമെന്റ് ഹൗസിലേക്ക് എത്തുക. അതിനുശേഷം പിന്നീട് ഏകദേശം 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാകും രാഷ്ട്രപതി നടത്താൻ പോകുന്നത്. വരുന്ന വർഷങ്ങളിൽ സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാടുകളും ഇതുവരെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും രാഷ്ട്രപതി തന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിശദീകരിക്കും. അതേസമയം ഇന്നലെ ഈ പാർലമെന്റ് സമ്മേളനം ഇന്ന് തുടങ്ങുന്നതിന് മുന്നോടിയായി സർവകക്ഷി യോഗം ഉൾപ്പെടെ സർക്കാർ വിളിച്ചിരുന്നു. മികച്ച രീതിയിൽ ഈ പാർലമെന്റ് സമ്മേളനം മുന്നോട്ട് പോകണം എന്ന ആഹ്വാനമാണ് ഇന്നലത്തെ സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ച സർവകക്ഷി യോഗത്തിനകത്ത് സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഫെബ്രുവരി 9 വരെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ചേരുക. ഈ സമ്മേളനത്തിനിടയിൽ ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം, ഒപ്പം നാളത്തെ ദിവസവും വളരെ നിർണായകമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചു, ഈ സർക്കാരിന്റെ അവസാന ബജറ്റാണ് നാളെ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനാൽ എന്തൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ഒപ്പം ഇതുവരെ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകൾ നീക്കിവെക്കുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകും നാളത്തെ ബജറ്റ് അവതരണം. വിഷ്ണു. ഗൗതം, അതേസമയം നമുക്കറിയാം, ഇന്ത്യ മുന്നണി സഖ്യം തകർന്നതോടെ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു കടന്നാക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ പോലും പല വ്യാജ പ്രചരണങ്ങളും ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉയർത്തി കാട്ടുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുകയല്ലേ? വിഷ്ണു, INDA മുന്നണിയെ സംബന്ധിച്ച വലിയ പ്രതിസന്ധി വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ബീഹാർ, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം മുന്നണി തകർച്ചയുടെ വക്കിലാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഹേമന്ത് സോറന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിനാൽ ഈ ഒരു പാർലമെന്റ് സമ്മേളന കാലയളവ് സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. എന്ത് നിലപാട് എടുക്കണം, ഒപ്പം വിവിധ വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി ഒരു നിലപാട് സ്വീകരിക്കുവാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം സ്വാഭാവികമായും വലിയ തിരിച്ചടിയായി INDA മുന്നണിക്ക് മാറും. എന്തായാലും ഇന്നലത്തെ സർവകക്ഷി യോഗത്തിനകത്ത് പ്രത്യേക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഭാ നടപടികൾ ബഹളത്തിൽ മുക്കാനുള്ള ശ്രമം സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. വ്യക്തമാണ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം തുടങ്ങുന്നത്. നാളെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.